MDMA-യുമായി അനില രവീന്ദ്രൻ വീണ്ടും പിടിയിൽ. കൊല്ലത്ത് വെച്ചാണ് അനില രവീന്ദ്രനെ പിടിച്ചത്. അവരുടെ കാറ് പോലീസ് പരിശോധിച്ചു, ഡാൻസ് ആപ്പും കൂടെ ചേർന്ന് പരിശോധിച്ചു. അവരുടെ കാറിനുള്ളിൽ നിന്ന് 50 ഗ്രാം MDMA പോലീസ് പിടിച്ചെടുത്തു. അവരെ അറസ്റ്റ് ചെയ്തു. അവരെ ചോദ്യം ചെയ്തപ്പോൾ അവരിൽ വീണ്ടും അവരുടെ കയ്യിൽ MDMA ഉള്ളതായിട്ട് പോലീസിന് സംശയം തോന്നി. അവർ ദേഹപരിശോധന വനിതാ പോലീസ് നടത്തി, കണ്ടെത്താൻ കഴിഞ്ഞില്ല. എങ്കിലും അവരെ ദേഹം ഒന്നുകൂടെ പരിശോധിക്കാനായിട്ട് മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവരെ പരിശോധിച്ചു. അവരെ പ്രൈവറ്റ് ഭാഗത്തു നിന്ന് 40.480 ഗ്രാം MDMA, ഉദ്ദേശം 50 ഗ്രാം MDMA വീണ്ടും അവരുടെ പ്രൈവറ്റ് ഏരിയയിൽ ഒളിപ്പിച്ചു വെച്ച രീതിയിൽ പോലീസ് പിടിച്ചെടുത്തു. ഇപ്പോൾ അവർക്ക് 34 വയസ്സ് പ്രായമുണ്ട്. ഇവരെ 2021 എറണാകുളത്ത് അനിലയെയും സംഘത്തിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാം IT പ്രൊഫഷണൽസാണ്. നല്ല ജോലി ചെയ്ത് ശമ്പളം കിട്ടുന്നവരാണ്. എല്ലാവരും ഡ്രഗ്സിന് അടിമയാണ്. 2021 ഇവരെ 3 പേരെ എറണാകുളത്ത് ഒരു ഫ്ലാറ്റിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ഇവർ ബാംഗ്ലൂരിൽ നിന്നാണ് ഈ ഡ്രഗ്സുകളെല്ലാം കൊണ്ടുവരുന്നത്, കാറിലാണ് കൊണ്ടുവരുന്നത്. ഇവർ IT-യിലെ മുൻനിര ശമ്പളക്കാർ തന്നെയാണ് ഈ 3 പേരും. അന്ന് 2021 ജിഹാദ് ബഷീർ എന്ന 30-കാരനെയും എർലിൻ ബേബി എന്ന 35-കാരനെയും 29 വയസ്സുള്ള അനില രവീന്ദ്രനെയും എറണാകുളത്ത് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അന്നത്തെ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർക്ക്, ഡോഗരയ്ക്ക്, DCPക്ക് ഒരു ടിപ്പ് ഓഫ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡാൻസ് ആപ്പും അവരും കൂടെ ചേർന്ന് ഇവരുടെ ആ ഫ്ലാറ്റ് റെയ്ഡ് ചെയ്ത് ഇവരെ 3 പേരെയും അന്ന് അറസ്റ്റ് ചെയ്ത് ഹാജരാക്കി. പക്ഷെ അവർ ഇപ്പോഴും ആ രംഗത്ത് നിൽക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇവരാണ് ഈ IT പ്രൊഫഷണലാണ് മറ്റ് IT-ക്കാർക്ക് ആലപ്പുഴയും എറണാകുളം, കൊച്ചിയിലും ആലപ്പുഴയും കൊല്ലത്തും ഒക്കെ വിതരണം ചെയ്യുന്നത്. അതിപ്പോഴും നിർബാധം തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം കൊല്ലത്ത് വെച്ച് തന്നെയാണ് അനില രവീന്ദ്രനെ വീണ്ടും ഈ MDMA ആയിട്ട് പിടിക്കപ്പെടുന്നത്. കേരളത്തിലെ ഒരു നല്ലൊരു ശതമാനം IT പ്രൊഫഷണൽസും MDMA ഉപയോഗിക്കുന്നുണ്ട്. അവർ കഴിഞ്ഞ 2021 പിടിച്ചെടുക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഏകദേശം 3 ഗ്രാം അടുത്ത് MDMA അന്ന് പിടിച്ചെടുത്തു. LSD സ്റ്റാമ്പ് പിടിച്ചെടുത്തു. ഹാഷിഷ് ഓയിൽ വന്ന് പിടിച്ചെടുക്കുകയുണ്ടായി. 4 പേര് ഫ്ലാറ്റിൽ ഇത് വാങ്ങാൻ വന്നു. അവരും IT പ്രൊഫഷണൽസാണ്. അന്ന് തൃക്കാക്കര പോലീസും ഡാൻസ് ആപ്പോടെ ചേർന്നാണ് ഇവരെ കസ്റ്റഡി എടുത്തത്. അന്ന് ഈ 3 പേരെ കസ്റ്റഡി എടുത്ത ശേഷം 4 പേരെയും കൂടെ പിടിച്ചു. രമ്യ വിമൽ എന്ന് പറഞ്ഞ പെരുന്നമ്പടയിലെ നോർത്ത് പറവൂരിലുള്ള ഒരു പെൺകുട്ടി, അർജിത്ത് ഏഞ്ചൽ എന്ന് പറഞ്ഞ മനക്കപ്പടിയിലുള്ള ഒരാൾ, അജ്മൽ യൂസഫ് ഗുരുവായൂരുകാരന്, അരുൺ ജോസഫ് പരവൂർക്കാർ. ഈ 4 പേരാണ് ഇവരിൽ നിന്ന് ഈ LSD സ്റ്റാമ്പും ഹാഷിഷ് ഓയിലും അല്ലെങ്കിൽ MDMA-യും വാങ്ങാൻ വന്നവർ. അവരെയും വന്ന് DCP ഐശ്വര്യ ഡോഗ്രയും സംഘവും ചേർന്ന് അന്ന് പിടിക്കുകയുണ്ടായി. ഈ IT പ്രൊഫഷണൽസുകാർക്ക് നിർബാധം രഹസ്യമായി ബാംഗ്ലൂരിൽ നിന്ന് ആവശ്യമുള്ള MDMA-യും ഹാഷിഷ് ഓയിലും LSD എല്ലാം IT പ്രൊഫഷണൽസ് തന്നെയാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. അവർക്ക് അത്രയും പണം ലഭിച്ചിട്ടും അവർക്കിത് അടിക്കാതിരിക്കാനും ഒക്കില്ല, മറ്റുള്ള ഇവരുടെ സുഹൃത്തുക്കൾ കൊടുക്കാതിരിക്കാനും കഴിയില്ല. നിർബാധം ഇന്ത്യയിലെ, സൗത്ത് ഇന്ത്യയിലെല്ലാം ഇവർ സഞ്ചരിക്കുന്നുണ്ട് ഇവരുടെ കാറിൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പോലീസിനെയും അതിൻ്റെ വകുപ്പുകളെയൊക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇവർ ധൈര്യസമേതം കടത്തുകയാണ്. എറണാകുളത്തെ 2021 കേസിൽ ഇവരെ ശിക്ഷിപ്പിക്കേണ്ടതായിരുന്നു. കാരണം ഇവർ വീണ്ടും നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുകയാണ്. ഇപ്പം പിടിച്ചിരിക്കുന്ന ഈ പെൺകുട്ടി തന്നെ ഇപ്പോൾ ഏകദേശം അവർക്ക് 34 വയസ്സോളം ഉണ്ട്. അന്ന് പിടിക്കുമ്പോൾ 29 വയസ്സുണ്ട്. അനില രവീന്ദ്രൻ അവർ പെരിനാട് ഇടവട്ടം സ്വദേശിനിയാണ്, കൊല്ലംകാരി തന്നെയാണ്. കൊല്ലത്തെ IT-യുടെ മുഴുവൻ ആൾക്കാർക്ക് വിതരണം ചെയ്യുന്നതിൽ നല്ലൊരു പങ്ക് ഇവർ തന്നെയാണ്. ഇവരുടെ സുഹൃത്തുക്കളായ മറ്റ് 2 പേരും ഇപ്പോഴും ആ രംഗത്ത് ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. ഇവരെ ചോദ്യം ചെയ്യുമ്പോൾ പോലീസ് അതുകൂടെ പരിഗണിക്കുമെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും ഈ രീതിയിലുള്ള IT രംഗത്തുള്ളവരുടെ ഈ വിൽപ്പന, ഈ ഡ്രഗ്സ് അല്ലെ ലഹരി വിൽപ്പന, അത്
ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ മാത്രമല്ല ആ കുടുംബത്തിനും വലിയ ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ഒരു സംഭവം നമുക്കറിയാം. ഇവിടെ കാര്യവട്ടത്തിനടുത്ത് അല്ലെങ്കിൽ ആ തിരുവനന്തപുരം കാര്യവട്ടത്തിന് അടുത്ത് വല്ല കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ, അതുപോലെ തന്നെ അടുത്ത പോലീസ് സ്റ്റേഷനിലൊക്കെ IT-കാരി ഒരു പെൺകുട്ടി ഈ ജോലി ചെയ്യുന്നിടത്ത് മറ്റൊരു IT-കാരനുമായിട്ട് അവർ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതാണ്. അതിനുശേഷം അവരുടെ കുട്ടിയെ കൊന്നൊരു സംഭവം നമുക്കറിയാം. അവരുടെ മദർലോയെയും ആക്രമിച്ചു കൊലപ്പെടുത്തുകയുണ്ടായി. അത് IT രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു പയ്യനായിരുന്നു. അവർ രണ്ടുപേരും ശിക്ഷ അനുഭവിച്ച് ജയിലിൽ കിടക്കുകയാണ് ഇപ്പം. ഈ രീതിയിലുള്ള ഡ്രഗ്സുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് മറ്റു പല കാര്യങ്ങളും ക്രിമിനൽ സൈഡിലേക്ക് അവർ സഞ്ചരിക്കുന്നതിൻ്റെ ടിപ്പിക്കൽ ഉദാഹരണമാണ് ഈ കഴക്കൂട്ടം IT-യിൽ പ്രവർത്തിക്കുന്ന ആ ഒരു സ്ത്രീയും ആ ഒരു പുരുഷനും കൊലപാതകത്തിലേക്ക് വന്ന് അവർ ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ പല IT പ്രൊഫഷണൽസുകളും ഡ്രഗ്സ് അടിക്കുന്നവരാണ് എന്ന് പറയേണ്ടി വരുന്നു. അതുകൊണ്ട് അവരെയും മറ്റുള്ളവരെ എടുത്ത് നമ്മൾ റെയ്ഡ് ചെയ്ത് പിടിക്കപ്പെടുന്ന പോലെ തന്നെ IT പ്രൊഫഷണൽസിനെയും അവരുടെ ചില ആൾക്കാർ സിനിമാ മേഖലയിലും ഇതുപോലെ ഡ്രഗ്സ് അടിക്കുന്നതുകൊണ്ട് ആ മേഖലയിലും പോലീസും അതുപോലെ ഡാൻസ് ആപ്പും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. കോഴിക്കോട് എലന്തൂരിൽ ഒരു ഡ്രഗ്സ് ഉപയോഗിക്കുന്ന മകൻ്റെ ശല്യം കൊണ്ട് അമ്മ പോലീസിന് വിവരം അറിയിച്ച വിവരം നമ്മൾ മനസ്സിലാക്കി. ആ അമ്മയെ കൊല്ലും എന്നാണ് മകൻ പറഞ്ഞത്. അയാൾ സ്ഥിരമായി ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ച് വീട്ടിൽ ഒത്തിരി വയലൻസ് നടത്തിക്കൊണ്ട് അന്ന് പോലീസ് പിടിച്ചുകൊണ്ട് പോയി. അതിനുശേഷം ഇയാൾ ജയിലിൽ കിടന്നു. പിന്നീട് ഇയാൾ ജാമ്യത്തിലിറങ്ങി. ഇയാൾ വീട്ടിൽ വന്ന ശേഷം ഇയാൾ അപ്രത്യക്ഷനായി. കുറേ നാളത്തേന് 1-2 മാസത്തേന് ഇയാളെപ്പറ്റി വിവരമില്ലായിരുന്നു. ഇപ്പോൾ അയാൾ തിരിച്ചു വന്ന് അമ്മയോട് കരഞ്ഞു പിടിഞ്ഞ് കാല് പിടിച്ച് വീട്ടിൽ കയറി താൻ ഇനി ഡ്രഗ്സ് ഉപയോഗിക്കത്തില്ല എന്ന് പറഞ്ഞെങ്കിലും അമ്മയ്ക്ക് ഭയമായിരുന്നു. അയാൾ വീണ്ടും വീണ്ടും ഡ്രഗ്സ് അടിക്കുന്ന പോലെ തോന്നുന്നു. വീട്ടിൽ കൂടുതൽ പണം ചോദിക്കുന്നു. അതുപോലെ തന്നെ അമ്മയെ കൊല്ലുമെന്ന് പറയുന്നു. അമ്മയെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നു. മകൻ വീണ്ടും ഇതിലേക്ക് സഞ്ചരിക്കുന്നു എന്ന് അമ്മയ്ക്ക് മനസ്സിലായി. അമ്മയെ കൊല്ലുമെന്ന് അവർക്ക് ഉറപ്പായി. അവർ രഹസ്യമായി പോലീസിനെ വിവരം അറിയിച്ച് മകനെ ഇപ്പം പിടിച്ചെടുത്തുകൊണ്ട് പോയി. കാരണം അവർക്ക് ഭയം തൊട്ട് നമുക്കറിയാമല്ലോ അഫാൻ്റെ കേസിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന്. പല കുട്ടികളും ഡ്രഗ്സ് അടിക്കുന്നവരാണ്. അവർ വീട്ടിൽ തന്നെ കൊലപാതകം നടത്തുന്നു. അവരുടെ അമ്മയെ കൊല്ലുന്നു, പിതാവിനെ കൊല്ലുന്നു, സഹോദരങ്ങളെ കൊല്ലുന്നു. ഈ അമ്മ പോലീസിൽ പറഞ്ഞതിനൊപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞു. അവന് ലഹരി, രക്തം കാണുന്നതാണ് അവൻ്റെ ലഹരി എന്നും അമ്മ പറഞ്ഞു. അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം പല വീടുകളിലും അമ്മമാർക്ക് ഇതുപോലെയുള്ള ത്രട്ടുകളുണ്ട്. പല അമ്മമാരെയും കൊന്നു കളയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സഹോദരിയെ കൊല്ലുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. പിതാവിനെയും കൊല്ലുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഡ്രഗ്സ് ഉപയോഗിക്കുന്നവർ വ്യാപകമായി വയലൻസിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് വീടുകളിൽ ഇതുപോലെ ത്രെഡുണ്ടെന്ന് ബോധ്യമുള്ള അമ്മമാരും അപ്പന്മാരും അല്ലെങ്കിൽ സഹോദരികളും അത് കൃത്യമായി രഹസ്യമായി പോലീസിനെ അറിയിക്കണം. അതിനുശേഷം പോലീസ് അത് വെളിയിലോട്ട് അറിയിക്കില്ല. അയാളെ വന്ന് അറസ്റ്റ് ചെയ്ത് നടപടിയെടുക്കും. അതിന് വീട്ടുകാർക്ക് ഇതുപോലെ ഭയമുണ്ടെങ്കിൽ ഈ അമ്മയുടെ പാത തന്നെ എല്ലാവരും പിന്തുടരണം, മടിക്കരുത്. കാരണം അപകടമാണ്, നിങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാണ്. ഡ്രഗ്സ് ഉപയോഗിക്കുന്നുവെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കരുത്. ആ മകനോട് സിമ്പതി കാണിക്കരുത്. അവനെ ട്രീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അതിൽ നിന്ന് ആ ഉപയോഗത്തിൽ നിന്ന് പിൻവലിച്ചെങ്കിൽ മാത്രമേ ആ ഒരു കുടുംബത്തിൽ മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ കുടുംബങ്ങളിൽ മരണം നടക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതുകൊണ്ട് ജനങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീട്ടിൽ തന്നെയുണ്ട്, മരണം പതുങ്ങിയിരിപ്പുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികളെ അപ്പോൾ തന്നെ പോലീസിനെ അറിയിച്ച് അറസ്റ്റ് ചെയ്യിപ്പിച്ച് അവനെ ട്രീറ്റ്മെൻറ്റിലേക്ക് അയക്കാൻ എല്ലാവരും തയ്യാറാകണം. അതുപോലെ തന്നെ എറണാകുളത്ത് അവിടെ ഈ വാട്സാപ്പ് സന്ദേശം നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ അവിടെ വാട്സാപ്പ് സന്ദേശം ഉപയോഗിച്ച് ഓരോരോ ജില്ലാ പോലീസിനെ അറിയിക്കാനുള്ള സംവിധാനം കേരളത്തിലുണ്ട്. ഇവിടെ തന്നെ എറണാകുളത്ത് തന്നെ അവർ പല ബ്രാഞ്ച് സ്റ്റാഫുകാരും അവരുടെ നമ്പറുകൾ കൈ കൊടുക്കാറുണ്ട്. എങ്കിലും ഒന്നുമില്ല തന്നെയും കൺട്രോൾ റൂമിലെങ്കിലും വിളിച്ച് നിങ്ങൾ പറയണം, രഹസ്യമായിട്ട് പറയണം. പോലീസ് അത് വെളിയിലേക്ക് പറയില്ല, നിങ്ങളുടെ പേരും പറയില്ല. അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ കൺട്രോളിലാക്കാൻ അമ്മമാരും കുടുംബക്കാരും ശ്രമിക്കണം, ശ്രദ്ധിക്കണം. അവരും ഭയപ്പെടരുത്. പോലീസ് കൃത്യമായ നടപടി എടുക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.